ഹായ് എവരി വൺ, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഇവിടെ കംപ്ലീറ്റ് കാണുമ്പോൾ മനസ്സിലാകും ഇത് വിഷുവിൻ്റെ പരിപാടികളാണ് ഇവിടെ നടക്കുന്നത്. അമ്മ ഇവിടെ ഇതാ വിളക്കൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയുണ്ട് കുറേ പരിപാടികൾ. അപ്പോൾ നമുക്ക് 2026 വിഷു എങ്ങനെയാണ് നമുക്ക് ആഘോഷിക്കാവുന്നതെന്ന് നമുക്ക് കാണാം. ബൈ. ഇവിടെ ഇപ്പോൾ കംപ്ലീറ്റ് കോലാഹലങ്ങളാണ് കാണുന്നത്. ഇവിടെ ഇതെല്ലാം അമ്മ കഴുകി വെച്ചിട്ടുണ്ട്. ഇതുണ്ടോ, ഇവിടെ ഉരുളിയൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. അതുപോലെ ഇതെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ ഹാളിൻ്റെ മൊത്തത്തിലുള്ളൊരു ഔട്ട്ലുക്ക് എന്ന് പറയുന്നത്. നോക്ക്, ഇവിടെ പരിപാടികൾ അരങ്ങേറുകയാണ്. അമ്മയുടെ കാര്യങ്ങളൊക്കെ ഇവിടെ സൈഡിൽ നടക്കുന്നുണ്ട്. ഇതിനകത്ത് നമ്മളുടെ കണി വയ്ക്കാനുള്ള ഐറ്റംസ് എല്ലാം പർച്ചേസ് ചെയ്തതാണ്. കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. കുറേ കാണാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഇതൊക്കെ ഓരോ ഓർണമെൻറ്റ്സ് ആണ് കൃഷ്ണൻ അണിയാനും. ഇത് ചന്ദനം, ഇതുപോലെ ഇങ്ങനെ ഇതൊക്കെ ഓർണമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇവിടെ തൊട്ടടുത്തുള്ള ഒരു ഷോപ്പിലേക്കാണ്. എന്താണെന്ന് വെച്ചാൽ കണി വയ്ക്കാനായിട്ട് എല്ലാ സാധനങ്ങളും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇവിടെ അടുത്തുള്ള ഷോപ്പിൽ ചക്കയും പൈനാപ്പിളും കിട്ടുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല. അത് നോക്കാൻ വേണ്ടിയിട്ട് പോവുക കേട്ടോ. കിട്ടുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല, നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ പൈനാപ്പിൾ കുറച്ച് കിട്ടിയിട്ടുണ്ട്. ചൂസ് ചെയ്തെടുക്കുകയാണ് അമ്മ. അങ്ങനെ നമുക്ക് ചക്കയും കിട്ടിയിരിക്കുന്നു കൂട്ടുകാരെ. അതെ, ഇപ്പോൾ കണി വയ്ക്കാനുള്ള ചക്കയാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് സക്സസ്ഫുള്ളി രണ്ടും കിട്ടി. അങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് സാധനങ്ങൾ. ഇനി നമ്മളടുത്ത് പോകുന്നത് എവിടെയാണെന്ന് വെച്ചാൽ പൂക്കൾ മേടിക്കാനായിട്ട് പോവുകയാണ്. എവിടെയാണ്? നമ്മുടെ അബ്ര ഏരിയ അമ്പലത്തിൻ്റെ സൈഡിലായിട്ടാണ് നമ്മൾ ഈ പൂക്കൾ മേടിക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട്. ബർദുബായിൽ അമ്പലത്തിനടുത്തായിട്ട് നമുക്ക് ഒരുപാട് പൂവിൻ്റെ കടകൾ കാണാൻ കഴിയും. അതുപോലെ തന്നെ ഒരുപാട് വിഗ്രഹങ്ങളൊക്കെ വിൽക്കുന്ന കടകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അങ്ങനെ നമുക്ക് എല്ലാ സാധനങ്ങളും കിട്ടിയിട്ടുണ്ട്. ആദിയോഗിയെ നമ്മളിവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പൂക്കളെല്ലാം വാങ്ങിച്ചു. പൂക്കൾ ഇനിയും കെട്ടാനുണ്ട്. കുറച്ച് പൂക്കൾ ഇവിടെ വെച്ചു. ഇനി നമ്മൾ പോകുന്നത് നമ്മളുടെ അടുക്കളയിലേക്കാണ് കേട്ടോ. ഇവിടെ അമ്മ ഉണ്ണിയപ്പം പ്രോസസ്സിലാണ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അപ്പോൾ ഉണ്ണിയപ്പത്തിൻ്റെ പ്രോസസ്സിലാണ് അമ്മ. അപ്പോൾ മാവമ്മ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലം വരെ അരി അമ്മ അരച്ചെല്ലാം സെറ്റ് ചെയ്യുമായിരുന്നു പണ്ട്. പക്ഷേ ഇപ്രാവശ്യം അങ്ങനെയല്ല, അരി മാവാണ് അമ്മ സെറ്റ് ചെയ്തേക്കുന്നതെന്ന് അമ്മ പറഞ്ഞു. സുഡുസുഡ നമ്മളുടെ ഉണ്ണിയപ്പം തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. ഇത് ആദ്യത്തെ സെറ്റ് അമ്മ ഉണ്ണിയപ്പം ഉണ്ടാക്കിയതാണിത്. ഇതിപ്പോൾ രണ്ടാമത്തെ സെറ്റ് നന്നായിക്കൊണ്ടിരിക്കുകയാണ്. സമയം ഇപ്പോൾ ഏകദേശം 9:45 ആയിട്ടുണ്ട്. ഇവിടെ ഏകദേശം നല്ല കുളമായിട്ട് കിടക്കുക റൂം. കണ്ടോ, ഹാള് കംപ്ലീറ്റ് കണ്ടോ, എല്ലാം ഒരുമാതിരി ഇതാണ് അവസ്ഥ. അപ്പോൾ അമ്മ ഇപ്പോൾ ഉണ്ണിയപ്പവും പായസവും അതൊക്കെ ഉണ്ടാക്കാനായിട്ട് പോയിട്ടുണ്ട്. അമ്മയ്ക്ക് ആ പരിപാടി മധുരമൊക്കെ ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ആ പരിപാടി ആയതുകൊണ്ട് എനിക്കുള്ള ഇപ്പോഴത്തെ ഡ്യൂട്ടിയാണ് ഇവിടെ ഫുള്ള് ക്ലീൻ ചെയ്യണം. അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യാം.
ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഫുൾ ക്ലീൻ ചെയ്തു, കിച്ചൺ ക്ലീൻ ചെയ്തു. ദെൻ ഇനിയിപ്പോൾ ഉള്ള പരിപാടി എന്ന് വെച്ചാൽ കുറച്ച് നേരം റിലാക്സ് ചെയ്തിരിക്കുക. അമ്മ ഇവിടെ പൂവ് കെട്ടുന്ന പരിപാടിയിലാണ്. പായസം ഉണ്ടാക്കിയിട്ടില്ല ഇതുവരെ. ഇപ്പോൾ ചെയ്തതെന്ന് വെച്ചാൽ ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കി. ദെൻ നാളെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് മാവൊക്കെ അരച്ച് വെച്ചു. അതിനുശേഷം ഇവിടെ വന്ന് പൂ കെട്ടാൻ വേണ്ടിയിട്ടിരുന്നു. അരി സോക്ക് ചെയ്ത് വെക്കണമായിരുന്നു പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 20 to 30 minutes. അപ്പോൾ അതിൻ്റെ ഒരു ഇൻ്റർവെൽ, ആ ഒരു ബ്രേക്ക് കിട്ടിയപ്പോഴത്തേക്കുമാണ് പുള്ളിക്കാരി ഇവിടെ വന്ന് ഈ പരിപാടിക്ക് നിൽക്കുന്നത്. ഞാനിവിടെ ഫുള്ള് ക്ലീൻ ചെയ്തിട്ട് ഡ്രസ്സൊക്കെ മാറി സെറ്റായി സ്വസ്ഥമായിട്ട് ഇവിടെ ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ അമ്മ ബാക്കി പരിപാടികൾ ചെയ്യുമ്പോഴത്തേക്കും സപ്പോർട്ട് ചെയ്യാൻ സഹായിക്കാനായിട്ടൊക്കെ ഞാൻ അങ്ങോട്ട് പോകും. അപ്പോൾ അതാണ് ഇതുവരെയുള്ള പരിപാടികൾ. അവിടെ ഇത് നമ്മുടെ വിളക്കും കണിയും ഒക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. പൂവ് കെട്ടിയതും ഉണ്ട്, കെട്ടാത്തതും ഉണ്ട്. ഇതെല്ലാം ഈ സോഫയിൽ ഇങ്ങനെ കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എത്ര മണിവരെ ഇത് നീണ്ടു നിൽക്കുമെന്ന് അറിയത്തില്ല ഇവിടുത്തെ കലാപരിപാടികൾ. എന്തായാലും as soon as possible എല്ലാം ചെയ്ത് സെറ്റിലാക്കിയിട്ട് നാളെ രാവിലത്തേക്ക് വേണ്ടിയിട്ട് എണീക്കാൻ കിടന്നു. അതാണ് ഇപ്പോഴത്തെ. ഇവിടെ പായസം പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അരിപ്പായസമാണ് ഉണ്ടാക്കുന്നത്, പാൽപ്പായസം. അപ്പം ഞാനിവിടെ ഇളക്കൽ പരിപാടിയിലാണ്. അമ്മയാണ് കംപ്ലീറ്റ്ലി ഉണ്ടാക്കുന്നത്, ഞാനല്ല. കണ്ടുകൊണ്ട് തെറ്റിദ്ധരിക്കരുത്, അമ്മയാണ് ഇതെല്ലാം ചെയ്യുന്നത്. കാണിച്ചു അതിൻ്റെ പ്രോസസ്സ് നടക്കുന്നേ ഉള്ളൂ, ഒന്നും ആയിട്ടില്ല. തിളയ്ക്കുന്ന കണ്ടോ? സമയം വെളുപ്പിന് 12 മണി കഴിഞ്ഞു. നല്ല ക്ഷീണമുണ്ട്, നല്ല ഉറക്കം പിടിച്ചു. അമ്മ പായസത്തിൻ്റെ പണിയിലും അതുപോലെ തന്നെ അമ്മയുടെ പൂ കെട്ടുന്ന പണിയിലൊക്കെയാണ് ഇപ്പോൾ. എനിക്ക് നല്ല ഉറക്കമുണ്ട്, അതുകൊണ്ട് ഞാൻ ഉറങ്ങാൻ പോകുന്നു. അപ്പോൾ വിഷുവായിട്ട് നാളെ രാവിലെ തന്നെ കാണാം. അതുവരെ ബായ്.